എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ചെറുപയർ പരിപ്പ് ചവരി പായസമാണ്. ഒരു പായസമൊക്കെ കഴിക്കാനായിട്ട് തോന്നുന്ന സമയം വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പാചക രീതിയാണ്. ഒരു തവണ തയ്യാറാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റുള്ള സിമ്പിൾ പായസമാണ്. ഒരുപാട് സ്റ്റെപ്പുകളൊന്നും തന്നെ ഇല്ല. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ പായസം തയ്യാറാക്കി എടുക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ചെറുപയർ പരിപ്പ് പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പോളം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അതിന് മുന്നേ ആയിട്ട് നല്ലതായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. പരിപ്പ് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു കുക്കറിലേക്കാണ് മാറ്റേണ്ടത്. പരിപ്പ് കുക്കറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൂടി എടുക്കണം. അതിനായിട്ട് ഒരു സ്പൂൺ അളവിൽ പരിപ്പിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയും കൂടി എടുക്കാം. ഒരു 2 മിനിറ്റ് നേരം മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതിയാകും. പരിപ്പ് വറുത്തെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 30 ഗ്രാം അളവില് ചവ്വരി നല്ലതുപോലെ കഴുകിയിട്ട് ഒന്ന് കുതിർത്താൻ വെച്ച് കൊടുക്കണം. ചവ്വരി ഒന്ന് കുതിർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുത്ത് കൂടെ വെക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പും ഞാനിവിടെ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പരിപ്പ് ഇത്രയും തന്നെ വറുത്തെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ചെറുപയർ പരിപ്പിന് 3 കപ്പ് എന്ന അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിപ്പ് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് കുക്കർ മൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ കൊണ്ട് തന്നെ നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാൻ സാധിക്കും. 4 വിസിലിന് ശേഷം വേവിച്ചെടുത്ത പരിപ്പിന്റെ എയറെല്ലാം പോയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂടിയും തുറന്ന് നോക്കിയപ്പോൾ പരിപ്പ് നല്ല വെണ്ണ പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വേവാകാത്ത പരിപ്പ് ഒന്നും കൂടെ വെന്ത് കിട്ടാനായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉടച്ചുകൂടെ കൊടുക്കണം. കാരണം നമ്മൾ ഇതിലേക്ക് ശർക്കര ചേർക്കാൻ പോവാണ്. ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് പരിപ്പ് വേവില്ല. അതുകൊണ്ട് ശർക്കര ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നല്ലതുപോലെ ഇളക്കി ഒന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം ചേർക്കണം. അതിന് മുമ്പേ ആയിട്ട് നമുക്ക് ഈ പരിപ്പ് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് പകർത്താവുന്നതാണ്. പരിപ്പ് പാത്രത്തിലേക്ക് പകർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർക്കാം. ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കൈവശം ശർക്കരയാണ് ഉള്ളതെങ്കിൽ 300 മില്ലി ശർക്കര എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 250 ഗ്രാം അളവിലാണ് ശർക്കര ആദ്യമേ ചേർക്കുന്നത്. ശർക്കര പൊടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ പരിപ്പും ശർക്കരയുമായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തിളച്ചു വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. പരിപ്പൊന്ന് ചൂടായി തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കരയും പരിപ്പും നല്ലതുപോലെ തിളച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി കൂടി ഇതിലേക്ക് ചേർക്കാം. ചവ്വരിയുടെ അളവൊന്നും കൂടി പോകരുത്. അളവ് കൂടി പോവാണെങ്കിൽ പായസം വളരെ കട്ടിയായിട്ട് മാറും. ചവ്വരിയും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം ഒന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ പായസം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് ഞാനിവിടെ പാല് തിളപ്പിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ലിറ്റർ പാലാണ് ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും 1/2 ലിറ്റർ പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഈ പായസത്തിലേക്ക് പാൽ ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കണം. 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പാല് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല പോലെ തന്നെ ഇളക്കി തിളപ്പിച്ചെടുക്കാം. ശർക്കര ചേർത്തുണ്ടാക്കുന്ന പായസത്തിലേക്ക് പാല് ചേർത്ത് കൊടുക്കുമ്പോൾ തിളപ്പിച്ചതിന് ശേഷമായിരിക്കണം ചേർക്കേണ്ടത്. അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ പാലും കൂടി ചേർത്ത് ഇതെല്ലാം നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് പായസത്തിന് മധുരം പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ മധുരമൊക്കെ ചേർത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. വെട്ടി തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ചവ്വരിയും നല്ലതുപോലെ ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസം നല്ല കട്ടിയായിട്ടൊക്കെ മാറിയിട്ടുമുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ഗാർണിഷ് കൂടെ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കട്ടി ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. ഇനി ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമായ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യിന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ നാളികേര കൊത്താണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് മൂത്ത് കിട്ടാനായിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. നല്ലോണം മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്കാണ് ഈ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കേണ്ടതും. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ചെറുപയർ പരിപ്പ് ചവരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും ഇതുപോലൊരു പായസം നിങ്ങൾ തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.